ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ക്രിസ്മസ്, ഈസ്റ്റർ, കല്യാണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന ഒരു തൊടുകറിയാണ് ബീഫ് വിന്താലു. അപ്പോൾ ഇന്ന് ബീഫ് വിന്താലു ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ്. കൂടുതൽ ദിവസം ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഓൾ സ്പൈസസ് ക്രഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 കഷ്ണം പട്ടയാണ്, അത് ഒടിച്ചിട്ടത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഒരു 5 ഗ്രാമ്പു, ഒരു 2 ഏലക്കായ, ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഇത് അരക്കാനുള്ളതാണ്. ആദ്യം നമ്മളിതൊന്ന് ക്രഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പം ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. റെഡ് ചില്ലി പൗഡർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ അതിന് പകരം കാശ്മീരി ചില്ലി ചേർത്താലും മതിയാകും. ഇതിലേക്ക് ഞാൻ 1 കഷ്ണം മുരിങ്ങത്തൊലി മുറിച്ച് ചേർക്കുന്നുണ്ട്. അത് അവൈലബിൾ അല്ലാത്തവർ ചേർക്കണ്ട. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് നമുക്ക് ചീവി ഇതിനകത്തേക്ക് ചേർക്കാം. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 18-20 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക. വെള്ള വിനാഗിരി, അതായത് വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. അതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 5 വലിയ സവാള വേണം, 2 പച്ചമുളക്, 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബീഫ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ ബീഫുമായിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ബീഫിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. കട്ടിയിലുള്ള അരപ്പായതുകൊണ്ട് ആ ജാറൊന്ന് കുറച്ച് വെള്ളത്തിൽ നമുക്ക് അലിയിച്ച് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മളിത് മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഒരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചാൽ ചട്ടിയുടെ അരികെ കരിഞ്ഞ മണം കറിക്ക് വരില്ല. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കൂടുതൽ വേപ്പില ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച സവാള വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, അതായത് നീളത്തിലും കുറച്ച് കട്ടിയിലും അരിയുക. വളരെ നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകും കൂടി ചേർക്കുക ഇതിലേക്ക്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. മുരിയൊന്നും വേണ്ട. ഒരു 4-5 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ കണ്ട ഇതുപോലെ ആവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ സവാളയൊക്കെ വഴറ്റാൻ തുടങ്ങിയത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്യുന്തോറും ബീഫ് നല്ല മാർദ്ദവമുള്ളതാകും, പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ നമുക്ക് ഈ സവാളയുമായിട്ട് ഈ ബീഫൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു കുഴിവുള്ള പാത്രം കൊണ്ട് മൂടുക. കുഴിവെള്ള പാത്രം കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും മതി. എന്നിട്ട് മൂടി വെച്ച് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം.
അപ്പോൾ ഈ മൂടിയിലെ വെള്ളം ചൂടായിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. 5 മിനിറ്റിന് ശേഷമേ ഇനി തുറക്കാൻ പാടുള്ളൂ. വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരിയ തീയിൽ വെച്ചിട്ട് ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ബീഫൊക്കെ ഏകദേശം ഒന്ന് ഹാർഡായി തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മൂടി പാത്രത്തിലെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ്, നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഇതൊഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിനി വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് സമയം എടുക്കും ഇത് കുക്കാവാനായിട്ട്. ചട്ടിയിൽ തന്നെ ഇരുന്നാണ് വേകുന്നത്, അതുകൊണ്ട് ഒരു 1.5 മണിക്കൂറോളം ഏകദേശം എടുക്കും. അപ്പോൾ നമുക്ക് ബീഫ് വെന്ത് കിട്ടാനുള്ള വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് തിളച്ച വെള്ളമാണെങ്കിൽ അത് വളരെ നല്ലതുമായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ബീഫൊക്കെ നന്നായിട്ട് വേകുന്നത് വരെ കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ്. ഈ സമയത്ത് നിങ്ങൾക്ക് പോരാത്ത ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കറി ചട്ടിയിൽ തന്നെ ഇരുന്ന് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി തിക്കാവും. അപ്പോൾ ബീഫിലൊക്കെ നല്ലതുപോലെ പൊതിയുന്ന രൂപത്തിലാകും. ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. മൂടി നന്നായിട്ട് മൂടാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മൂടണം. അപ്പോൾ അതിൽ ആവി വെള്ളമൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ആവി വെള്ളം ഈ കറിയിൽ തന്നെ വീണാൽ കറി പെട്ടെന്ന് ചീത്തായി പോവും. നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ഇത് ചൂടാക്കി നല്ലതുപോലെ ആവി കളഞ്ഞ് സൂക്ഷിച്ചാൽ കുറേ ദിവസം ചീത്താവാതെ ഇരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ള കറിയാണ്. നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ബീഫ് വിന്താലു ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാകും. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ചട്ടിയിൽ തന്നെ ഇരിക്കുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ. 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇതെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ബീഫ് വിന്താലു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോസും ഉറപ്പുവരുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.